VS വിട ചൊല്ലി മറയുന്നത് ഒരു ശതകത്തിൻ്റെ 100 വർഷത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പുതുതലമുറകളിലേക്ക് പകർന്നു നൽകുകയാണ്. അത് മറക്കരുത് ഈ രീതിയിൽ എന്ന് പറയുന്നു ഇവിടുത്തെ പുതിയ നേതാക്കളും പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാം. ഇത്തരത്തിൽ ഒരു നേതാവ് ഇനി ഉണ്ടാകില്ല എന്ന് പറയുന്നു. ജനങ്ങൾ ഏറ്റെടുത്ത ജനനായകൻ ആണ് ഇപ്പോൾ അന്ത്യയാത്ര നടത്തുന്നത്. ആ യാത്രയിലുടനീളം ജനങ്ങൾ ഒപ്പമുണ്ട്. ജനങ്ങളോടെന്നും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന VS അച്യുതാനന്ദൻ എന്ന സമര നക്ഷത്രം, ഒരുപക്ഷെ അവകാശ പോരാട്ടങ്ങളുടെ സമരഭൂമിയിൽ ഒരു ചെന്താരകം എന്നാണ് പ്രിയപ്പെട്ട നേതാവിനെ പാർട്ടി പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. ആ നക്ഷത്രത്തിന് അന്ത്യാഭിവാദ്യം നൽകുകയാണ് അവിടെ ഓരോരുത്തരും. നമ്മൾ ഈ കാണുന്ന കാഴ്ചയിലുടനീളം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. വിലാപയാത്രയ്ക്കൊപ്പം ആവാഹനത്തോടൊപ്പം ഷഫീദ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഫീദ്, ഓരോയിടങ്ങളിലും എത്തുമ്പോൾ കാണുന്ന ആൾക്കാരുടെ മുദ്രാവാക്യം വിളികളിലുണ്ട് VS എന്താണ് ഈ നാടിന് സമ്മാനിച്ച് യാത്രയാകുന്നത് എന്നുള്ളത്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ, വിവരങ്ങൾ? ഷഫീദിലേക്ക് എത്താം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അടുത്ത പോയിന്റ് നാവായിക്കുളമാണ്. ഇവിടത്തേക്കുള്ള യാത്രയാണ്. ഇപ്പോഴും പ്രേക്ഷകർ ഓർക്കുക, തിരുവനന്തപുരം ജില്ല ഇനിയും കഴിഞ്ഞിട്ടില്ല, പൂർത്തിയായിട്ടില്ല. കൊല്ലത്തേക്ക് എത്തുന്നതേയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് 10 മണിക്കൂറിനോടടുക്കുന്നു ഈ വിലാപയാത്ര തുടങ്ങിയിട്ട്. 10 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം ജില്ല പോലും പിന്നിടാൻ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം വേഗം കുറഞ്ഞാണ് ഈ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. ഓരോ ഇടങ്ങളിലും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അവരെ വകഞ്ഞു മാറ്റി ഈ യാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ, ഈ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർ VSനെ കാത്തു നിൽക്കുകയാണ്. അവർ VSന്റെ പ്രിയപ്പെട്ടവരാണ്. നാവായിക്കുളത്തു നിന്നും സലീം മാലിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സലീം, നാവായിക്കുളത്തേക്ക് എത്താൻ പോകുന്നു വിലാപയാത്ര. അവിടെയുമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ, അവരുടെ മുദ്രാവാക്യം വിളികൾ, വിവരങ്ങൾ. മറ്റെല്ലാ വഴികളിലും നമ്മൾ കണ്ടതുപോലെ, മറ്റെല്ലാ ഇടങ്ങളിലും നമ്മൾ കണ്ടതുപോലെ നാവായിക്കുളത്തും ഒരു വലിയ ജനസാഗരം ഈ അർദ്ധരാത്രിയിലും അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ കാത്ത് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. അത് 12:30 സമയമാകുമ്പോഴേക്കും മാത്രമേ ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലാ അതിർത്തി വിട്ടു കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കൂ എന്നുള്ള നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും ഇത് നാവായിക്കുളത്തേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ നാവായിക്കുളത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ നാവായിക്കുളത്ത് പ്രദേശത്തും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഏറെക്കുറെ 8 മണിയോടുകൂടി തന്നെ ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് പിന്നാലെ തന്നെ അതൊരു വലിയ ഒരു മനുഷ്യക്കടലായി മാറിയത് പിന്നാലെ കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ്. ഇപ്പോൾ അത് ഏറെ സമയമായി ഇത്രയധികം ആൾക്കൂട്ടം ഇവിടെ മുദ്രാവാക്യം വിളികളുമായി തന്നെ ഇവിടെ തുടരുകയാണ്. അത് ഈ യാത്ര ഇവിടേക്ക് എത്താൻ വൈകുമെന്നറിഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ, കൊച്ചുകുട്ടികളുമായി വന്നവർ ഉൾപ്പെടെയുള്ളവർ, ഇക്കാഴ്ചകളൊക്കെ നമ്മൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും കണ്ടതാണ്. അതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ നിന്നും ഒരു പോയിന്റ് കൂടി ഉണ്ട്, 28-ാം മൈൽ കൂടി ഉണ്ട്. അതിനുശേഷം മാത്രമേ ജില്ലാ അതിർത്തിയിലേക്ക് കടമ്പാട്ടുകോണത്തേക്ക് കടക്കൂ. ഒരു യാത്ര അത് തിരുവനന്തപുരത്ത് നിന്ന്, തിരുവനന്തപുരത്ത് VS പല കാലങ്ങളിൽ സമരം ചെയ്ത സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ നിന്നും ആരംഭിച്ച ആ യാത്ര, അത് 2:30-ക്ക് ആരംഭിച്ച യാത്രയാണ്. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ ഇത്രയധികം മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അവസാനത്തെ ആദരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ യാത്രയാക്കാനാണ് ഇപ്പോൾ ആ വാഹനം ഇവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ നാവായിക്കുളത്തേക്ക് ആ വാഹനം എത്തുകയാണ്. ഇത്രയും നേരം ഇവിടെ നിന്നും കിളിമാനൂർ ഏരിയ കമ്മിറ്റിയുടേതുൾപ്പെടെയുള്ള ആളുകളാണ് ഇവിടെ ഈ നാവായിക്കുളത്ത് അഭ്യമർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ഇതാ ആ വാഹനം ഇവിടേക്ക് എത്തിയതും മറ്റെല്ലാ ഇടങ്ങളിലും കണ്ടതുപോലെ ആ തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വീണ്ടും ഉയരുകയാണ്. കണ്ടേ കേരള VS എന്ന മുദ്രാവാക്യം, അത് കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം. ഒരു കാലത്ത് കേരളത്തിൻ്റെ തെരുവീതികളിൽ നിറഞ്ഞു നിന്ന മുദ്രാവാക്യമായിരുന്നു ആ മുദ്രാവാക്യം. അത് വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ജനക്കൂട്ടമായിരുന്നു VSന്റെ എല്ലാ വീതികളിലെയും പ്രത്യേകത. VS ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയിലെ വിഭാഗീയത കൊടികുത്തു നിന്ന കാലത്ത് പോലും VS പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ അവിടെയായിരുന്നു ആളുകൾ അത്രയും ഉണ്ടായിരുന്നത്. അത് അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു VSന്റെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നത്. ഒടുവിൽ VSന്റെ അവസാന യാത്രയിലും ആ ആൾക്കൂട്ടത്തിന് ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല, VSന്റെ ഏറ്റവും വലിയ VS പങ്കെടുത്ത പരിപാടികളിൽ ഏറ്റവും
വലിയ ആൾക്കൂട്ടമായി കൂടി മാറുകയാണ്. കാരണം അത്രയധികം ആളുകളാണ്, ലക്ഷങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് കൊല്ലം ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. അവിടേക്ക് എത്തുമ്പോഴേക്കും ലക്ഷങ്ങളാണ് VS ആദരമർപ്പിച്ച് VSന്റെ ആ മനുഷ്യന്, ആ സമരനായകന് ഏറ്റവും ഒടുവിലെ യാത്രാമൊഴിയും നൽകാനായി, മുദ്രാവാക്യം മുഴക്കാനായി ഇവിടെ എത്തിയത്. ഇപ്പോൾ ആ വാഹനത്തിലേക്ക് പ്രവർത്തകർ റീത്തുകൾ സമർപ്പിക്കുന്നുണ്ട്, പുഷ്പം സമർപ്പിക്കുന്നുണ്ട്, പൂക്കൾ വിതറുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രിയപ്പെട്ട സമരനായകന് നാവായിക്കുളത്തിന്റെ ഹൃദയത്തെയും കീറിമുറിച്ചുകൊണ്ട്, അവരെ അങ്ങേയറ്റം സങ്കടക്കടലിലാക്കിക്കൊണ്ട്, ഈ പോരാട്ടത്തിൽ അവരെ തനിച്ചാക്കിക്കൊണ്ട് VS തന്റെ അവസാന യാത്രയിലാണ്. ഇതാ തിരുവനന്തപുരം ജില്ല കടക്കാൻ ഒരുങ്ങുകയാണ്. VSന് ഇനി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കർമ്മപദം, ഏറെക്കാലം അദ്ദേഹത്തിന്റെ കർമ്മപദമായിരുന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇനി ഒരിക്കൽ കൂടി ഒരു വരവില്ല. ഒരേ ഒരു പോയിന്റ് കൂടിയാണ്, 28-ാം മൈൽ കൂടി മാത്രമാണ്. അതിനുശേഷം ഇതാ VS തന്റെ സമരജീവിതം, VS തന്റെ ഔദ്യോഗിക ജീവിതം എല്ലാം നിർവഹിച്ച തിരുവനന്തപുരം ജില്ല, തന്റെ ജീവിതത്തിനോട് അത്രയേറെ ചേർന്ന് നിന്നിരുന്ന തിരുവനന്തപുരം ജില്ലയോട് യാത്ര പറയാൻ ഒരുങ്ങുകയാണ്. ഒരേ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞാൽ VS ഈ ജില്ലയോട് യാത്ര പറയും. അപ്പോഴും അത് ആ ഒരു യാത്ര അതൊരു ചരിത്ര യാത്രയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. VS ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സമരമായും, ഒടുവിൽ VSന്റെ മരണയാത്രയിൽ, ആ വിലാപയാത്രയിൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു അലകടൽ, പുഴകൾ ചേർന്നൊരു കടലായ അലകടലിൽ VSന്റെ പ്രിയപ്പെട്ടവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ യാത്ര പോകുന്നത് എന്നുള്ളതാണ്. ഉറപ്പായും ആ ഓർമ്മകൾ, VSന്റെ ഓർമ്മകൾ, VS നയിച്ച പോരാട്ടങ്ങളൊക്കെ ഇനിയും വലിയ അമരസ്മരണയായി തുടരും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതിൻ്റെ വലിയ തെളിവാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കാരണം ഈ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും നിലയിൽ, ഏതെങ്കിലും ഒരു പ്രായത്തിൽപ്പെട്ട ആളുകളെ മാത്രം നമുക്ക് കാണാനേ കഴിയില്ല എന്ന് മാത്രമല്ല, ഇതിൽ കശുവണ്ടി തൊഴിലാളികളുണ്ട്, ഒപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമുക്കിവിടെ കാണാം. അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ജീവിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുമായി എത്തിയവരുണ്ട്, ചുമട്ട് തൊഴിലാളികളുണ്ട്. ആ രീതിയിൽ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന് യാത്രയാക്കുന്നത് അവരുടെ ഹൃദയം കൊണ്ട് ഉള്ള യാത്രയയപ്പ് നൽകുകയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് നാവായിക്കുളത്ത് നിന്നുകൂടിയും കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടിയും ഒപ്പം തന്നെ പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഒക്കെയും എല്ലാ കാലത്തും സമരമായ മനുഷ്യൻ, ജീവിതം പോരാട്ടമാക്കിയ മനുഷ്യനാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ യാത്രയിലും ആ പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. കാരണം ഏറെക്കാലം അസുഖബാധിതനായി കിടക്കുമ്പോഴും അദ്ദേഹം അപാരമായ ഇച്ഛാശക്തി കാണിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ തീരെ അവശനായി, അത് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ തീരെ അവശനായി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോഴും ഡോക്ടർമാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില. കാര്യം 29 ദിവസം ആശുപത്രിയിൽ താമസിച്ചതാണ്. അങ്ങനെ വലിയ ഓരോ അനുസ്മരണങ്ങളുമുണ്ട്. കുറേ മണിക്കൂറായി ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങി. 2 മണിക്ക് വന്നു നമ്മൾ. ഈ സഹോദരൻ നമ്മൾ എന്തും ചെയ്യും, അത്രയും നല്ല മനുഷ്യനാണ്. ഈ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദൈവമാണ് സഖാവ് VS അച്യുതാനന്ദൻ. അതേക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല, അന്ന് അത്ര നല്ല മനുഷ്യനാണ്. പ്രജിൻ, അത് തന്നെയാണ് ഈ കൂട്ടത്തിലെ ആളുകളിൽ, അതായത് ഈ ചേട്ടൻ 2 മണിക്ക് ഇവിടെ വന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പല സമയങ്ങളിലായി ഇവിടെ എത്തിയ മനുഷ്യരൊക്കെ പിരിഞ്ഞു പോകാതെ ഈ VSനെ കണ്ടേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തുടർന്നവരാണ്. അതുകൊണ്ട് എന്തായാലും VS ഇവിടെ നിന്നും ഈ തിരുവനന്തപുരത്തിനോട് വിടവാങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് എങ്ങനെയും മരണമില്ല എന്നുള്ളതാണ്. അദ്ദേഹം നയിച്ച പോരാട്ടങ്ങൾ, അദ്ദേഹം നയിച്ച ഓരോ ജീവിതവും ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും. ചേച്ചി എത്ര മണിക്കൂർ കാത്തു നിന്നു? 7 മണിക്കൂറായി. എത്ര മണിക്ക് വന്നു? 4:30 മണിയായപ്പോൾ ഇവിടെ എത്തി. എന്നിട്ടും പോകാൻ തോന്നിയില്ല, വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല? അവസാനത്തെ സമര പോരാളിയല്ലേ, 32 പേരിലെ അവസാനത്തെ ആളായിരുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് വന്നത്. കണ്ടിട്ടേ പോകും. അത്രയും ഇഷ്ടമായിരുന്നു. VS ഇല്ലാത്ത കേരളം അതൊരു വലിയ ശൂന്യതയാണ്. അത് എല്ലാവർക്കും എങ്ങനെയാണ്? അത് VS ഇല്ലെങ്കിൽ VSന് തുല്യമായിട്ട് VS മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 3 മണി തൊട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ചേച്ചി എവിടെ നിന്നാ വന്നത്? കിളിമാനൂർ. ഇവിടെ അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോഴും എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ എടുക്കും. അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു സമയമാവും. കണ്ടിട്ട് നന്നായി കാണുകയും ചെയ്തു. കാണാൻ പറ്റി, നല്ല കാണാൻ പറ്റി. അതിനെ നല്ല രീതിയിൽ കാണാം.
അങ്ങനെ ഈ ആയിരങ്ങളാണ് ഓരോ വഴികളിലും വി.എസ്. അച്യുതാനന്ദൻ എന്ന സമര പോരാളിക്ക്, സമര കേരളത്തിൻ്റെ നായകന് യാത്ര അയക്കാനായി ഇവിടേക്ക് എത്തിയത്. അതിൽ തന്നെ ഈ സ്ത്രീകൾ അവർ 3 മണിക്ക് ഇവിടെ എത്തിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചേട്ടൻ പറഞ്ഞത് അദ്ദേഹം 2 മണിക്ക് ഇവിടെ എത്തിയതെന്നാണ്. അത്രയധികം മണിക്കൂറുകൾ ഇവിടെ ചിലവഴിച്ചിട്ടും അവർക്ക് അതിനിടയിൽ പലതവണ മഴ പെയ്തിരുന്നു. എന്നിട്ട് പോലും മടങ്ങിപ്പോകാൻ അവർക്ക് തോന്നിയത് പോലുമില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയധികം മനുഷ്യരെ ആഴത്തിൽ സ്വാധീനിച്ച വി.എസ്. എന്ന ജനനായകൻ, ആ വിടവ് ഇനി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയിൽ വി.എസിൻ്റെ വിടവ് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വി.എസിൻ്റെ ഓർമ്മകൾക്ക് ഏതെങ്കിലും കാലത്ത് മരണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കൂടാതെ പറയാൻ കഴിയും. വി.എസിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. അദ്ദേഹം നയിച്ച സമര പോരാട്ടങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾക്ക് അതൊക്കെ ഭൂമിയുള്ള കാലത്തോളം നിൽക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രജിൻ, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ, എത്രയോ തവണ വന്നുപോയ വഴികളിലൂടെ വി.എസ്. അവസാനമായി യാത്ര പോവുകയാണ്. ഇനി വീണ്ടും ഒരു തിരിച്ചുവരവ് ഈ പാതയിലൂടെ വി.എസിനില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ പ്രവർത്തകരും ജനങ്ങളും നാട്ടുകാരും അവരെല്ലാം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. നേരത്തെ അവിടെ കൂടി നിന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നതാണ്. അതായത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുൻപേ എത്തിയിട്ടുണ്ട് ഈ നാവായിക്കുളത്തൊക്കെയുള്ള ആൾക്കാർ. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കണ്ടേ പോകൂ എന്ന ഉറച്ച നിശ്ചയത്തോടുകൂടി അവിടെ മണിക്കൂറുകളായി തുടരുകയാണ്. നോക്കുക, 10 മണിക്കൂർ ആകുന്നു ഈ യാത്ര തുടങ്ങിയിട്ട്. അതിപ്പോഴും തിരുവനന്തപുരം ജില്ല കടന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഒരുപക്ഷെ 3 തവണ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും 1 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും എത്രയോ തവണ വന്നും പോയി നിന്ന ആ പാതയിലൂടെ, ആ റോഡിലൂടെ വി.എസ്. അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ് അവസാന യാത്ര നടത്തുകയാണ്. ആ വിലാപയാത്രയിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വി.എസിൻ്റെ ശബ്ദമെത്താത്ത സ്ഥലങ്ങൾ കേരളത്തിലുണ്ടോ എന്നത് സംശയമാണ്. വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൂട്ടിയും കുറച്ചുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി തന്നെ അതിൻ്റെ പ്രത്യേകതയാണ്. അത്തരത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ പറയുന്ന ഒരു പ്രാസംഗികൻ കൂടിയാണ് വി.എസ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി, അതൊക്കെ തന്നെ ജനങ്ങളോട് അടുപ്പിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുത കൂടിയാണ്. ഇപ്പോൾ ശ്രീകുമാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അടുത്ത പോയിന്റിലാണ് ശ്രീത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീത്ത്, തിരുവനന്തപുരം ജില്ല കടന്നു പോയിട്ടില്ല ഈ വിലാപയാത്ര. ആ വാഹനത്തിന് പിന്നാലെ ഓടുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു.